വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ പോകുമ്പോൾ ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് അവരെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നു. പ്രതികൾക്ക് പോലും അവരുടെ കാമുകുമാരെ കാണാനുള്ള അവസരം CPM ഇടപെട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. പി ജയരാജനെ പോലുള്ള വ്യക്തികൾ ഈ കൊലക്കേസ് പ്രതികൾക്ക് ഓശാനമാടുന്നു. എന്നിട്ട് ഞങ്ങൾ ആരും അക്രമത്തെ പിന്തുണയ്ക്കുന്നില്ല. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടു. ആ പരനാറി, ഈ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ആ പരനാറി എന്താ ഇവിടെ പ്രശ്നം? ആ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തുന്നത് ആരാണ്? എന്റെ പറക്കോട്ട് ഭഗവതി നിൽക്കുന്ന നെപ്പ് കണ്ടില്ല. ആ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തുന്നത് ആരാണ്? അതും CPM ആണ്. എന്നിട്ട് ആ അക്രമത്തെ ഇല്ലെങ്കിൽ ആ കൊലപാതകത്തെ ഇതേവരെ തള്ളി പറയാത്ത CPM ഇതിനകത്ത് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തല്ലേ? അതാ സത്യം. ഇനി 2, ഇവിടെ ഷുഹൈബിന്റെ വധക്കേസിലെ 2ാം പ്രതിയായ ദീപ് ചന്ദ് ഇപ്പോഴും ഷുഹൈബ് വധക്കേസിൽ പാർട്ടി പണപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. EMS അക്കാദമിയുടെ പേരിലാണ് പാർട്ടി പണപ്പിരിവ് നടത്തുന്നത്. ഇതാണ് പണപ്പിരിവിന്റെ പോസ്റ്റർ എന്ന് പറയുന്നത്. സമ്മാന പദ്ധതിയോടുകൂടിയാണ് പണപ്പിരിവ് നടത്തുന്നത്. ആർക്ക് വേണ്ടി? ഒരു ചെറുപ്പക്കാരനെ അരുംകൊല ചെയ്ത പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി പണപ്പിരിവ് നടത്തുന്ന ഒരു പാർട്ടി. ആകാശ് തില്ലങ്കേരി അയാൾ പുറത്തിറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റീൽസ് ആണ്. JK മാർക്കോസ് സിനിമയേക്കാൾ കേരളത്തിൽ അതിവ്യാപകമായി പ്രചരിക്കുന്നത് ഈ റൗഡികളുടെ ഇല്ലെങ്കിൽ ഈ പെരും ഗുണ്ടകളുടെ റീൽസ് ആണ്. 30 സെക്കൻഡ് റീൽസ്. ശരിക്കും അറിയാമല്ലോ ചന്ദ്രഭാനുവിനെ അയാളെ. ഈ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ആ പരനാറി അവൻ ഈ കേരളത്തിൽ റീൽസ് എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് ജയ്ക്ക് ഇപ്പൊ ഇത്രയും നേരം പാടി പുകഴ്ത്തിയ DYFIക്കാരാണ്. അതേ ചങ്ക് സഖാവ് എന്ന് പറഞ്ഞ് ആ റീൽസിന് തമ്പിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇനി അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഒരു MLA മകനെ ഒരു കഞ്ചാവ് വലിച്ച കേസിൽ പ്രതിയാക്കി. ഈ കഞ്ചാവ് വലിച്ച കേസിൽ പ്രതിയാക്കുമ്പോൾ MLA പറയുന്നത് എന്റെ മകൻ കഞ്ചാവ് കൈവശം വെച്ചിട്ടില്ല. ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്ഥലം മാറ്റത്തിന് പിന്നാലെ കൂടുതൽ നടപടികളിലേക്ക് പോകുകയാണ്. ഒരു MLA മകനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കുമ്പോൾ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്ഥാനചലനം ഉണ്ടാവുമെങ്കിൽ പ്രതിഭയുടെ പ്രതികാരം. ഈ സർക്കാർ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? അതുമാത്രമല്ല, ആ മകന്റെ വൈദ്യ പരിശോധന നിയമാനുസൃതം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉന്നതരായ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു MLA മകനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇവിടെയാണ് പ്രശ്നം. ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ശരൺ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു BJP-കാരൻ CPM-ൽ വന്നു. അവനെ മാലയിട്ട് സ്വീകരിക്കുന്നത് ജില്ലാ സെക്രട്ടറി. കാപ്പ കേസ് പ്രതിയാണ്. ഇയാൾ CPM-ൽ വന്നതിന്റെ 3ാം ദിവസമാണ്. പത്തനംതിട്ട ടൗണിൽ വെച്ച് വലിയ കൊടുവാളെടുത്ത് ഇയാൾ കാപ്പ കേസ് പ്രതിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ആ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഗുണ്ടകൾ എല്ലാം ചേർന്നുകൊണ്ട് ആ കാപ്പ കേസ് പ്രതിയെ പോലും മാലയിട്ട് സ്വീകരിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഈ CPM കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇനി അതും മാത്രമല്ല, കാർണവർ വധക്കേസിലെ പ്രതി ഷെറിൻ, ഈ ഷെറിന് ശിക്ഷാ ഇളവ് കൊടുക്കാൻ വേണ്ടി ഈ സർക്കാരും അതുപോലെ തന്നെ ഭരണകൂടവും ശ്രമിക്കുമ്പോൾ മന്ത്രി ഗണേഷ് കുമാറിന്റെയും സജി ചെറിയാന്റെയും ഇടപെടലോടുകൂടി ആരാണ് ഷെറിൻ? ഇപ്പൊ ഇന്നലെ നിങ്ങളെല്ലാം വായിച്ചതല്ലേ, ഒരു സഹ തടവുകാരിയെ ആക്രമിച്ച കേസിലെ പ്രതി ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചതിന് പേരിൽ 3 തവണ കേരളത്തിന്റെ ജയിൽ മാറ്റമുണ്ടായ ഒരു കൊടും കൊലപാതകത്തിലെ പ്രതി. ആ പ്രതിയെ കുറിച്ച് കേരളത്തിന്റെ ജയിൽ ഉപദേശക സമിതി പറഞ്ഞത് എന്താണ്? നല്ല കുട്ടിയാണ്. ശിക്ഷാ കാലയളവിൽ മുഴുവൻ വളരെ തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. അതുകൊണ്ട് ശിക്ഷാ ഇളവ് നമുക്ക് ഈ കുട്ടിക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ആ കുട്ടിയാണ് സാർ ജയിൽ ചട്ടം ലംഘിച്ചതിന് 3 തവണ ജയിൽ മാറ്റത്തിന് വിധേയമായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹ തടവുകാരിയെ മർദ്ദിച്ച കേസിലെ പ്രതിയായ വ്യക്തിക്ക് കേരളത്തിലെ മന്ത്രിസഭ കൂടി 2 മന്ത്രിമാരുടെ പിൻബലത്തിൽ, ഗണേഷ് കുമാറിന്റെയും സജി ചെറിയാന്റെയും ഇവരുടെ 2 പേരുടെ പിൻബലത്തിൽ ശിക്ഷാ ഇളവ് കൊടുക്കുകയാണ്. അപ്പൊ ഈ CPM-ഉം ഈ ഭരണകൂടവും കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ആവശ്യാനുസരണം പരോള്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികൾ പോകുമ്പോൾ ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് അവരെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നു.
പ്രതികൾക്ക് പോലും അവരുടെ കാമുകുമാരെ കാണാനുള്ള അവസരം CPM ഇടപെട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. P. ജയരാജനെ പോലുള്ള വ്യക്തികൾ ഈ കൊലക്കേസ് പ്രതികൾക്ക് ഓശാനമാടുന്നു. എന്നിട്ട് ഞങ്ങൾ ആരും അക്രമത്തെ പിന്തുണയ്ക്കുന്നില്ല. ശ്രീ അബിൻ വർക്കി, അപ്പോൾ ആ ചോദ്യം നിങ്ങൾക്ക് നേരെ ഉയരുമല്ലോ. ഈ അക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള നിങ്ങൾക്കിടയിലെ പ്രവർത്തകരെ നിങ്ങൾ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്? നിങ്ങൾ പാർട്ടിയിൽ നിന്ന് അവരെ പുറത്താക്കാറുണ്ടോ അതോ അവർക്ക് സംരക്ഷണം നൽകാറുണ്ടോ? TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൺവിക്റ്റഡ് ആയ പ്രതികൾക്കാണ് മുദ്രാവാക്യം വിളിച്ച് ജയിലിലേക്ക് അയച്ചത്. കൃപേഷ് ശരത്ലാൽ കേസിലെ കൺവിക്റ്റഡ് ആയ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പാർട്ടി പണപ്പിരിവ് നടത്തിയത്. അവർക്ക് വേണ്ടിയിട്ടാണ് CBI വരാതിരിക്കാൻ സർക്കാർ വിഹിതം ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ കൺവിക്റ്റഡ് ആയിട്ടുള്ള ഏത് കേസിലെ ഏത് പ്രതിയെയാണ് ഞങ്ങൾ സംരക്ഷിച്ചതോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിച്ചതായി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. ശരി, ഞാൻ ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾ പറയൂ. കൺവിക്റ്റഡ് കേസിലെ പ്രതികളാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ ഇപ്പോഴും കൊടുക്കുകയാണ്. കോടി സുനിക്ക് കഴിഞ്ഞ ദിവസവും പരോൾ കൊടുത്തു.